എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ നേമം എന്ന മണ്ഡലമാണ്. ഒറ്റനോട്ടത്തിൽ സാധാരണ ഒരു സ്ഥലം അല്ലേ? പക്ഷെ സത്യത്തിൽ ഇതൊരു വലിയ രാഷ്ട്രീയ പരീക്ഷണശാലയാണ്. ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് വലിയ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ വരെ മാറ്റിമറിക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ നേമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ പാർട്ടികളുടെ കണക്കുകൾ മാത്രമല്ല നോക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലിരിപ്പെന്താണ്, അവരുടെ യഥാർത്ഥ ആശങ്കകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾക്കറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഈയൊരു മണ്ഡലം ഇത്രമാത്രം ചർച്ചയാകുന്നതെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പോയി നോക്കാം. ഏതൊരു തെരഞ്ഞെടുപ്പിന്റെയും അടിസ്ഥാനം അവിടുത്തെ ജനങ്ങളാണല്ലോ. അപ്പോ അവരുടെ ജീവിതത്തെ നേരിട്ട് തൊടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കയ്യിലുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ 4 പ്രധാന പ്രശ്നങ്ങളാണ് നേമത്തെ ആളുകളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നത്. ഒന്നാമത്തത് വെള്ളം. എപ്പോൾ വരുമെന്നോ പോകുമെന്നോ ഒരു നിശ്ചയവുമില്ലാത്ത ജലവിതരണം. പിന്നെ തകർന്ന് തരിപ്പണമായ റോഡുകൾ. യുവാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങും തൊഴിലില്ലായ്മ. പോരാത്തതിന് സാധനങ്ങളുടെയൊക്കെ വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. ഇതൊന്നും വെറും പത്രത്തിലെ തലക്കെട്ടുകളല്ല, അറിയാമോ? ഓരോ വീട്ടിലെയും അടുക്കളയെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വെറും ഡേറ്റയുടെ കാര്യം മാത്രമല്ല. നിങ്ങൾ നോക്കൂ, അവിടത്തെ പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നത് തന്നെ ഒരു മഴ പെയ്താൽ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു പേടി സ്വപ്നം പോലെയാണെന്നാണ്. ഓരോ ദിവസവും സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലും വലിയ തെളിവ് വേണോ? ഇനി ഈ കണക്ക് നോക്കൂ. 29.9%, ഏതാണ്ട് 30%. കേരളത്തിലെ യുവജനങ്ങളുടെ ഇടയിലെ തൊഴിലില്ലായ്മ നിരക്കാണിത്. ഇതൊരു വെറും സംഖ്യയായി കാണരുത്. ഇതൊരു തലമുറയുടെ മുഴുവൻ ഭാവിയെക്കുറിച്ചുള്ള ആദിയാണ്. അവരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ശരി, ഈ പ്രശ്നങ്ങളൊക്കെ വോട്ടെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത്? നമുക്ക് ഇലക്ഷൻ നമ്പറുകളിലേക്ക് കടക്കാം. കാരണം അക്കങ്ങൾ കള്ളം പറയില്ലല്ലോ. നേമം എന്ന് പറയുന്നത് പലതരം മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരിടമാണ്. ഭൂരിപക്ഷം ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഏകദേശം 30,000-ഓളം വരുന്ന മുസ്ലിം സമുദായവും അത്ര തന്നെയുള്ള നാടാർ ക്രിസ്ത്യൻ വിഭാഗവുമുണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തികളാണ്. ഓരോ കൂട്ടർക്കും അവരുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഓരോ സമുദായത്തിന്റെയും അന്തസ്സ് നമ്മൾ മാനിക്കണം. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നതും അതാണ്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുക എന്നത് പൊതുപ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. 2021 വിജയത്തിന്റെ മാർജിൻ നോക്കൂ. വെറും 3,949 വോട്ടുകൾ, 4,000-ൽ താഴെ. എന്നുവെച്ചാൽ എന്താ? ഒരു ചെറിയൊരു ശതമാനം വോട്ടർമാർ മാറി ചിന്തിച്ചാൽ മതി, മണ്ഡലത്തിന്റെ ഫലം തന്നെ തലകീഴായി മറിയും. അതുകൊണ്ടുതന്നെ ഇവിടെ ഓരോ വോട്ടർ ഗ്രൂപ്പും ഓരോ വോട്ടും സ്വർണം പോലെ വിലപ്പെട്ടതാണ്. ഈ ചാർട്ട് ആ മാറ്റം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. 2016 BJPക്ക് ഏകദേശം 47.5% വോട്ട് ഷെയർ. അതൊരു വലിയ ലീഡായിരുന്നു. എന്നാൽ 2021 വന്നപ്പോൾ അത് 35.5% കുറഞ്ഞു. അതേസമയം CPIM അവരുടെ നില ഏകദേശം നിലനിർത്തി. കോൺഗ്രസ് ശക്തമായി മത്സരത്തിലേക്ക് തിരിച്ചുവന്നു. ചുരുക്കത്തിൽ ആധിപത്യത്തിൽ നിന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത്? ഇതിന് പിന്നിലെ ഒറ്റപ്പെട്ടൊരു കാരണമല്ല ഉള്ളത്, മറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള സിസ്റ്റമാറ്റിക്കായ പല പ്രശ്നങ്ങളുടെയും ഒരു ആകെത്തുകയാണ്. നമുക്കിതിനെ 3 തിരിക്കാം. 1, കാസ്റ്റ് ഡ്രിഫ്റ്റ് എന്ന് പറയാം, അതായത് പരമ്പരാഗത ജാതി വോട്ട് ബാങ്കുകളിൽ വന്ന മാറ്റങ്ങൾ. 2, സാമ്പത്തിക സമ്മർദ്ദം, സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാരന്റെ നടുവൊടിക്കുന്നു. 3, ഗൾഫിൽ നിന്നൊക്കെ ജോലി നഷ്ടപ്പെട്ട് തിരികെ വരുന്നവരുടെ പ്രതിസന്ധി. പിന്നെ സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പദ്ധതികൾ ശരിക്കും താഴെത്തട്ടിലെത്തുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ. ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഈ മാറ്റമുണ്ടാക്കിയത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ കാസ്റ്റ് ഡ്രിഫ്റ്റ് തന്നെയാണ്. പ്രധാന ഹിന്ദു സമുദായങ്ങളായ നായർ, ഈഴവ വോട്ടുകൾ BJPയിലേക്ക് കൂടുതൽ ഏകീകരിക്കപ്പെട്ടതായി ഡാറ്റ കാണിക്കുന്നു. ഇത് പരമ്പരാഗതമായി UDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ വലിയൊരു ഇടിവുണ്ടാക്കി. ഇത് നിയമത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. ശരി, പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, തെരഞ്ഞെടുപ്പ് കണക്കുകളും കീറിമുറിച്ച് പരിശോധിച്ചു. ഇനി അടുത്ത ചോദ്യം, ഈ അറിവൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു നല്ല ഭരണത്തിനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാം? അതാണ് പ്രധാനം. അവിടെയാണ് ചതുർമുഖ സിദ്ധാന്തം പോലെയുള്ള സ്ട്രാറ്റജിക് ഫ്രെയിംവർക്കുകൾക്ക് പ്രസക്തി വരുന്നത്. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. ഇതൊരാശയമാണ്. രാഷ്ട്രീയത്തിലെ വാദങ്ങളെയും പ്രതിവാദങ്ങളെയും 4 പ്രതീകാത്മക മുഖങ്ങളായി തിരിച്ചു മനസ്സിലാക്കാനുള്ള ഒരു രീതി. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ദുർഗ. അതായത് ആക്രമണം, സ്ഥിരത, പുതിയ ആശയങ്ങൾ, സംരക്ഷണം. ഈ 4 മുഖങ്ങൾ ഉപയോഗിച്ച് ഒരു ക്യാമ്പയിന്റെ സന്ദേശം വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. എതിരാളികളുടെ തെറ്റായ നയങ്ങളെ തുറന്നുകാട്ടാൻ ശിവന്റെ തന്ത്രം. വെറും വാഗ്ദാനങ്ങളല്ല, സുസ്ഥിരമായ വളർച്ചയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയാൻ വിഷ്ണുവിന്റെ മുഖം.
യുവാക്കൾക്ക് വേണ്ടി പുതിയ തൊഴിലവസരങ്ങളും ടെക്നോളജിയും കൊണ്ടുവരും എന്ന് പറയാൻ ബ്രഹ്മാവിന്റെ നവീനത. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഞങ്ങൾ സംരക്ഷണം നൽകുമെന്നുറപ്പു നൽകാൻ ദുർഗയുടെ ശക്തി. ഇങ്ങനെ ഓരോ സാഹചര്യത്തിനുമനുസരിച്ച് സന്ദേശം രൂപപ്പെടുത്താം. ഈ തന്ത്രം വെറും തിയറിയിൽ ഒതുങ്ങുന്നില്ല, ഇത് വ്യക്തമായ ആക്ഷൻ പ്ലാനുകളായി മാറണം. ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ കണ്ട ആ 29.9% തൊഴിലില്ലായ്മ, അതിനെ എങ്ങനെ നേരിടാം? അതിലൊരു 4 സ്റ്റെപ്പ് പ്ലാൻ നോക്കൂ. 1. ആ പ്രശ്നത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുക. 2. 10,000 പേർക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു പ്രാദേശിക പദ്ധതി വാഗ്ദാനം ചെയ്യുക. 3. പുതിയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ടെക് സ്റ്റാർട്ടപ്പ് ലാബുകൾ തുടങ്ങുക. 4. സോഷ്യൽ മീഡിയ വഴി യുവാക്കളുമായി നേരിട്ട് സംസാരിക്കുക. കണ്ടില്ലേ, പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്കുള്ള ഒരു വ്യക്തമായ വഴി. ഇനി നമുക്ക് വീണ്ടും ആ വോട്ടറുടെ അടുത്തേക്ക് പോകാം. തുടക്കത്തിൽ പറഞ്ഞ ആ വെള്ളത്തിന്റെ പ്രശ്നം ഓർമ്മയില്ലേ? കെവെ പൈപ്പ് ലൈൻ മാറ്റിയതോടെ ഞങ്ങളുടെ വാർഡിൽ വെള്ളം കിട്ടാതായി. ഇത് ജനങ്ങളുടെ നേരിട്ടുള്ള പരാതിയാണ്. ഇത്തരം പരാതികൾ കേൾക്കുമ്പോൾ നമ്മൾ വിവരങ്ങളുടെ സ്വകാര്യതയെക്കുറിച്ചും ചിന്തിക്കണം. ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡേറ്റ ഉപയോഗിക്കുമ്പോൾ തന്നെ അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കണം. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം ഊന്നൽ നൽകുന്നതും സമ്മതത്തോടെയും സുതാര്യമായും വിവരങ്ങൾ കൈകാര്യം ചെയ്യണം എന്നതിനാണ്. ഒരു ഡേറ്റ ഡ്രിവൺ അപ്രോച്ചിന്റെ ഭംഗി ഇതാണ്. അത് പ്രശ്നം വിശകലനം ചെയ്ത് അവിടെ നിർത്തുന്നില്ല, അതിനൊരു കൃത്യമായ ഉടൻ ചെയ്യാൻ പറ്റുന്നൊരു പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നു. തകർന്ന വാൽവുകൾ മാറ്റി 24 മണിക്കൂറും വെള്ളം ഉറപ്പാക്കും. ഇതാണ് ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഭരണത്തിന്റെ അടിസ്ഥാനം. വെറും വിശകലനമല്ല, ആക്ഷൻ. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ജനങ്ങളുടെ വിശ്വാസം നേടാനുള്ള വഴി എന്താണ്? വളരെ ലളിതമാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി യഥാർത്ഥ പരിഹാരങ്ങൾ കണ്ടെത്തുക. അതാണ് ശരിയായ പാത. അവസാനമായി ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നു. നിയമം പോലൊരു സങ്കീർണമായ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ആകാശത്തുനിന്ന് വാഗ്ദാനങ്ങൾ കോരിച്ചൊരിയുന്നതുകൊണ്ടാണോ, അതോ സാധാരണക്കാരന്റെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് ഡേറ്റയുടെ പിൻബലത്തോടെ ചിട്ടയായി പരിഹാരങ്ങളുണ്ടാക്കുന്നതുകൊണ്ടാണോ? ആധുനിക രാഷ്ട്രീയം വാചക കസറത്തിലാണോ, അതോ വോട്ടറുടെ അന്തസ്സുയർത്തുന്ന പ്രവർത്തനത്തിലാണോ വിജയിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080420416002 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയം അതിനപ്പുറം ഒരു ലക്ഷ്യം.